ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, നമുക്കിന്നൊരു ചക്ക ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ചീൻചട്ടി വെച്ചതിന് ശേഷം അതിലോട്ട് നമ്മുടെ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം വെളുത്തുള്ളി ചതച്ചിട്ടതിന് ശേഷം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് സബോള ആഡ് ചെയ്ത് നല്ല പോലെ അങ്ങോട്ട് വാട്ടാം കേട്ടോ. അങ്ങനെ അങ്ങനെ ഇട്ട് വാട്ടണം, ഇട്ട് വാട്ടാം. അത് കഴിഞ്ഞതിന് ശേഷം എത്തണല്ലോ, എത്തട്ടെ കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് ഉപ്പിടണം. ഉപ്പ് നല്ല പോലെ ഉപ്പിട്ടതിന് ശേഷം ഇട്ട് അങ്ങോട്ട് വാട്ടണം കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം വാട്ടണം. കണ്ടോ ഗൈസ്, ഉപ്പിടുന്നത് നമുക്ക് അളവൊന്നുമില്ല, ആ ഉപ്പേരിക്ക് അനുസരിക്കണ ഒരു അളവ് മാത്രം മതി കേട്ടോ. അപ്പം അത് ഉപ്പിട്ടതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ വാട്ടണം. ഇപ്പം ഞാനിപ്പോൾ അത് ശബ്ദം ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ ചെയ്യാമായിരുന്നു. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മളിട്ട് വാട്ടാം കേട്ടോ. നല്ല പോലെ ഇട്ട് അങ്ങോട്ട് വാട്ടണം കയ്യിലുകൊണ്ട്. ഇതേപോലത്തെ ഇതിനെന്താ പറയുക, കണ്ണാപ്പിയോ അങ്ങനെ എന്തോ പറയും. അപ്പോൾ അതിട്ട് ഇങ്ങനെ വാട്ടാം. ഇതന്നെ വേണമെന്നില്ല നിങ്ങൾക്ക്. ഞാൻ ഇപ്പോൾ ഗ്യാസ് കുറച്ച് ഇതായതുകൊണ്ട് ഞാൻ അടുപ്പിൽ വെക്കുന്നു എന്നുള്ളൂ കേട്ടോ. അടുപ്പിൽ വെച്ച് നല്ല പോലെ ഇങ്ങനെ വാട്ടാം. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വാട്ടതിന് ശേഷം കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് മീൻസ് അതായത് മുളക് ഉണക്കി പൊടിച്ചത് അതിടുക. അതിട്ട് വീണ്ടും ഇങ്ങനെ വാടി വരുമ്പോൾ പിന്നെ നമുക്ക് എന്തുട്ടിടണ്ട, മഞ്ഞപ്പൊടി ഇല്ലല്ലോ, ചക്കയാന്ന് തോന്നുന്നു, ചക്കയാണ് ഇടേണ്ടത്. ചക്ക ഇടണം. അപ്പം നമ്മൾ ഇപ്പോൾ ഇളക്കി ഇതിട്ട് കഴിഞ്ഞ് നല്ലപോലെ ഇതായി വരുമ്പോഴാണ് നമുക്ക് ചക്ക ഇടേണ്ടത്. അപ്പം ചക്ക ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ നല്ലപോലെ കുറേ ഉണ്ട് കേട്ടോ ഗൈസ് ചക്ക. ഇതിപ്പോൾ എനിക്കിത് കിട്ടുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇട്ടെങ്കിൽ വാട്ടി വരണം. വാട്ടി വന്നതിന് ശേഷം വരണം അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മളിപ്പോൾ ഇതേപോലെ ഇട്ടെങ്കിൽ കുറേ ചക്കയൊക്കെ അടിക്ക് പോകുന്നുണ്ട് കേട്ടോ. കുറേ ചക്കയൊക്കെ അടിക്ക് പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ചക്കക്കുരു ആണ് ഇടുന്നത് കേട്ടോ ഗൈസ്. ലാസ്റ്റ് ചക്കക്കുരു ഇടാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചക്കപ്പേരി. അപ്പം ഇതിട്ടങ്ങോട്ട് വാട്ടാട്ടോ. പിന്നെ ഇത്ര ഉള്ളു. ഇനി മഞ്ഞപ്പൊടി ഇട്ടങ്ങോട്ട് മൂടി വയ്ക്കും. അപ്പോൾ